കെമിസ്ട്രി ക്ലാസിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ആണ് ഫ്രം ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അതായത് ഒരു കോമ്പൗണ്ടിന്റെ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫ്രീസിംഗ് പോയിന്റിലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ആ സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ആ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും അതിന്റെ മൊളാലിറ്റിയെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ് ഡെൽറ്റ ടി എഫ് ഇസ് ഇക്വൽ ടു കെ എഫ് ഇൻടു എം എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഡെൽറ്റ ടി എഫ് ഈസ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് കെ എഫ് ഈസ് ദ മോളാർ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇതൊരു സൊല്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മള് W2 ഗ്രാം ഓഫ് ദി സൊല്യൂട്ട്, അതായത് സൊല്യൂട്ടിന്റെ വെയിറ്റ് W2 കിലോഗ്രാം ഓഫ് ദി സൊല്യൂട്ട് ഈ ഓഫ് മോളാർ മാസ് M2 ഈസ് ഡിസോൾവ്ഡ് ഇൻ W1 കിലോഗ്രാം ഓഫ് ദി സോൾവന്റ്. അതായത് സൊല്യൂട്ട് ഓഫ് വെയിറ്റ് W2 കിലോഗ്രാം having a molecular weight M2, we have to find out this M2 that is dissolved in W1 kilogram of the solvent. Then number of moles of the solute is equal to W2 divided by M2, that is dissolved in W1 kilogram of the solvent. weight അതിനെ number of moles നെ weight കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊളാരിറ്റി കിട്ടും. Then molarity M is equal to W2 divided by M2 into W1. അപ്പൊ ഇത് എന്തായിട്ട് മാറി? മൊളാരിറ്റി ആയിട്ട് മാറി. അപ്പൊ M ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? W2 divided by M2 into W1. അപ്പൊ നമുക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 divided by M2 into W1 എന്ന് കിട്ടും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കണ്ടുപിടിച്ചാൽ മതി. അത് ഡെൽറ്റ ടി എഫ്. കെ എഫ് എന്ന് പറയുന്നത് ഒരു സോൾവെന്റിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണ്. W1 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സോൾവെന്റിന്റെ വെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് W1 നമുക്ക് വെയിറ്റ് എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ എമൗണ്ട് വെയിറ്റ് എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. കെ എഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി എഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഡെൽറ്റ ടി എഫ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? M2. അപ്പൊ M2 നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പൊ M2 ഇസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ എന്തുകൊണ്ട്? കെ എഫ് ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. അപ്പൊ ഡെൽറ്റ ടി എഫ് ഇൻറ്റു W1. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെ അറിഞ്ഞിരുന്നാൽ മതി? സോൾവന്റിന്റെ കെ എഫ് വാല്യൂ അറിയണം. ഡെൽറ്റ ടി എഫ് അത് നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. W2 എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് എടുക്കുന്നതാണ്. W1 എന്ന് പറയുന്നത് വെയിറ്റ് എടുക്കുന്നതാണ്. ഇത് ലാബിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ചെയ്ത് നമുക്ക് അതിന്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ബെക്മാൻ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടും രണ്ടാമത്തത് കൂളിംഗ് കർവ് ഉപയോഗിച്ചുകൊണ്ടും. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തത് ബെക്മാൻ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബെക്മാൻ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്തത് ഈ ഒരു സൊല്യൂഷനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സൊല്യൂഷന്റെ നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ സൊല്യൂഷന്റെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും വളരെ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് സാധാരണ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഓർഡിനറി തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 0.1 ഡിഫറൻസ് ഒക്കെ കാണത്തുള്ളൂ. അപ്പൊ ആ അതിനേക്കാട്ടിൽ ചെറിയ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ ആണ് ബെക്മാൻ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബെക്മാൻ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഒരു സോൾവെന്റിന്റെ അല്ലെങ്കിൽ ഒരു സൊല്യൂഷന്റെ ആക്ച്വൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. കറക്റ്റ് ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് തമ്മിലുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അതിനകത്തുള്ള ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും. ആ ചെറിയ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ 5 to 6 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അതിനിടയിലുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക്
ബെക്ക്മാൻ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഒരു സൊല്യൂഷൻ നോർമൽ ആയിട്ടുള്ള ഒരു സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 35 ഡിഗ്രി സെൽഷ്യസിൽ അത് സോളിഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിൽ അത് സോളിഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ, അപ്പൊ 5 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ബെക്ക്മാൻ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ബെക്ക്മാൻ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് 5 to 6 ഡിഗ്രി സെൽഷ്യസിലുള്ള അതിനിടയിലുള്ള ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വിത്തിൻ ആൻ ആക്യുറസി ഓഫ് 0.01 ഡിഗ്രി. അതായത് 0.01 ഉള്ള ഡിഫറൻസിലുള്ള ടെമ്പറേച്ചർ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതായത് 5 to 6 ഡിഗ്രി സെൽഷ്യസിനിടയിൽ ആ ഒരു റീഡിങ്ങിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ ബെക്ക്മാൻ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ആക്ച്വൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഓർഡിനറി തെർമോമീറ്ററിനോടൊപ്പമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഓർഡിനറി ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 20 അല്ലെങ്കിൽ 21 അതിനിടയിലുള്ള 10 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ 20, 20.1, 20.2, 20.3 ആ ഡിഫറൻസ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഓർഡിനറി തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ അതുമായിട്ട് ചേർന്ന് ഒരു ബെക്ക്മാൻ തെർമോമീറ്റർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു 0.1 എന്നുള്ളതിന് പകരം നമുക്ക് എത്ര കണ്ടുപിടിക്കാൻ പറ്റും? 20.01. ആ ഒരു ഡിഫറൻസിലുള്ള ടെമ്പറേച്ചർ വരെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആക്ച്വൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിത്തിൻ ആൻ ആക്യുറസി ഓഫ് 0.01 ഡിഗ്രി സെൽഷ്യസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ആക്യുറേറ്റ്ലി യൂസിംഗ് ബെക്ക്മാൻ തെർമോമീറ്റർ. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഈ ബെക്ക്മാൻ തെർമോമീറ്ററിന് ഒരു ലോവർ ബൾബ് ഉണ്ട്. ആ ലോവർ ബൾബിനകത്ത് മെർക്കുറിയാണ്. മെർക്കുറി ഉപയോഗിച്ചിരിക്കുന്ന തെർമോമീറ്റർ ആണ്. ആ ലോവർ ബൾബ് R എന്ന് പറയുന്ന ഒരു ലോവർ ബൾബിനകത്ത് മെർക്കുറി ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ തെർമോമീറ്ററിനെ ബിറ്റ്വീൻ ലിമിറ്റ്സ് 5 to 6 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. മിനിമം 5 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. ആ ഓരോ 5 ഡിഗ്രി സെൽഷ്യസിനകത്തും ഓരോ 1 ഡിഗ്രി സെൽഷ്യസിനെയും 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ മുകളിൽ ഒരു റിസർവോയർ ഉണ്ട് R, മെർക്കുറി ബൾബ് B, ദാറ്റ് ഹാസ് എ മെർക്കുറി ആൻഡ് ആൾസോ എ റിസർവോയർ R. അതിനകത്ത് ഒരല്പം മെർക്കുറി കാണും. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് 2 പാർട്ടാണ് ഉള്ളത്. ലോവർ ബൾബ് B, അതിനകത്ത് മെർക്കുറി ഫിൽ ചെയ്തിട്ടുണ്ട്, ആൻഡ് എ ഹയർ റിസർവോയർ ആൻഡ് എൻ അപ്പർ പാർട്ട് റിസർവോയർ ദാറ്റ് ഹാസ് ഫിൽഡ് വിത്ത് എ സ്മോൾ ലിറ്റിൽ മെർക്കുറി. കുറച്ച് മെർക്കുറി അവിടെയും കാണും. അപ്പൊ അതിനിടയിലുള്ള പ്ലേസ് ആണ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ബിറ്റ്വീൻ ദ ലിമിറ്റ് 5 to 6 ഡിഗ്രി സെൽഷ്യസ്. ആ ഓരോ ടെമ്പറേച്ചറിനെ നമ്മള് ഓരോ ഡിഗ്രി സെൽഷ്യസിനെ നമ്മള് 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 to 6 ഡിഗ്രി സെൽഷ്യസിനിടയിലുള്ളത് 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ, അല്ലാതെ ആക്ച്വൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓർഡിനറി തെർമോമീറ്ററും കൂടെ ഇതോടൊപ്പം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓർഡിനറി തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഏകദേശ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ആക്യുറസി കണ്ടുപിടിക്കാനാണ് ബെക്ക്മാൻ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണെന്ന് നോക്കിയിട്ട്, ഓർഡിനറി തെർമോമീറ്റർ ഉപയോഗിച്ച് എത്രയാണെന്ന് നോക്കിയിട്ട് ഈ ബൾബിനകത്തുള്ള ലോവർ ബൾബ് ബിക്കകത്തുള്ള മെർക്കുറിയുടെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഫ്രീസിംഗ് പോയിന്റ് അനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചറിന്റെ റേഞ്ച് ഒരു 6 ഡിഗ്രി സെൽഷ്യസിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് മെർക്കുറി എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു റേഞ്ചിന് മുകളിലേക്ക് പോകും. ഇനി ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ മെർക്കുറിയുടെ ലെവൽ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യത്തില്ല, അവിടെ വരെ എക്സ്പാൻഡ് ചെയ്യത്തില്ല. മെർക്കുറിയുടെ എമൗണ്ട് കുറവാണെങ്കിൽ താഴെ വരെ നിൽക്കത്തുള്ളൂ. അപ്പൊ ഈ ലോവർ ബൾബ് ബിയിലുള്ള മെർക്കുറിയുടെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ബിറ്റ്വീൻ ദ ലിമിറ്റ് 5 to 6 ഡിഗ്രി സെൽഷ്യസിൽ വരത്തുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഈ ബൾബ് ബിയിലുള്ള മെർക്കുറിയുടെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്ത് ഈ 2 ടെമ്പറേച്ചറിന് ഇടയിൽ നമ്മൾ നിർത്തിവെക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ സമയത്തുള്ള ടെമ്പറേച്ചർ നോക്കുക. ടെമ്പറേച്ചർ നോക്കിയിട്ട് ആ ഫ്രീസിംഗ് പോയിന്റ് എത്തുമ്പോഴുള്ള ടെമ്പറേച്ചർ നോക്കിയിട്ട് ഈ ആ സമയത്തുള്ള ടെമ്പറേച്ചറിൽ ഈ ബൾബിലുള്ള മെർക്കുറി എക്സ്പാൻഡ് ചെയ്ത് ഈ അപ്പർ ലെവലിന് മുകളിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഈ ബൾബിലുള്ള മെർക്കുറിയുടെ എമൗണ്ട് കൂടുതലാണ്, കൂടുതൽ മെർക്കുറി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിനെ കുറച്ച് ചരിച്ച്
ആ മെർക്കുറി റിസർവോയറിലേക്ക് കുറച്ച് മെർക്കുറി നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, ഈ 5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് മെർക്കുറി ലെവൽ പോകുന്നില്ല. അതിന്റെ അർത്ഥം ബൾബിനകത്തുള്ള മെർക്കുറിയുടെ എമൗണ്ട് കുറവാണെന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ റിസർവോയറിൽ നിന്നും മെർക്കുറി അല്പം എന്ത് ചെയ്യണം, ഈ ബൾബിലേക്ക് വീഴ്ത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അല്പം ചരിച്ച്, നമ്മൾ കെയർഫുൾ ആയിട്ട് ചരിച്ച് ആ റിസർവോയിലുള്ള മെർക്കുറി കണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ലോവർ പാർട്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ എന്ത് ചെയ്യണം, ഇതിനെ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 2 ഡിഗ്രി സെൽഷ്യസ് 5നും 6നും ഇടയിൽ നമ്മൾ ആ മെർക്കുറിയുടെ ലെവല് കൊണ്ടുവന്ന് നിർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബെക്ക്മാൻ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആക്ച്വൽ ആയിട്ടുള്ള അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു എന്നുള്ളത് ആ ഒരു സ്മാൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിത്തിൻ ആൻ ആക്യുറസി ഓഫ് 0.01 ഡിഗ്രി ക്യാൻ ബി ഡിറ്റർമിൻഡ് യൂസിംഗ് ബെക്ക്മാൻ തെർമോമീറ്റർ. അപ്പൊ ഇതാണ് ബെക്ക്മാൻ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് കൂളിംഗ് കർവ് മെത്തേഡ്. അപ്പൊ ഈ കൂളിംഗ് കർവ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു നോൺ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് W1 ഈസ് ടേക്കൺ ഇൻ എ ബോയിലിംഗ് ട്യൂബ്. ബോയിലിംഗ് ട്യൂബിനകത്ത് എടുക്കും. ഇറ്റ് ഈസ് ക്ലോസ്ഡ് വിത്ത് എ കോർക്ക് ഹാവിംഗ് എ ഡബിൾ ഹോൾ. ടു വൺ ഹോൾ എ തെർമോമീറ്റർ ഈസ് പാസ്ഡ് ഇൻ ടു ദ സോൾവെന്റ്. ഒരു ഹോളിനകത്തൂടെ തെർമോമീറ്റർ പാസ് ചെയ്യും. മറ്റേ ഹോളിനകത്തൂടെ ഒരു സ്റ്റിറർ ആയിരിക്കും നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു വാട്ടർ ബാത്തിനകത്ത് വെച്ച്, അതായത് ബീക്കറിനകത്ത് വെള്ളം എടുത്ത് അതിനകത്ത് വെച്ചിട്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കും. കുറെ സമയം കഴിയുമ്പോൾ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്ത് ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 80 ഡിഗ്രി സെൽഷ്യസിലാണ് മെൽറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ കംപ്ലീറ്റ് ലിക്വിഡ് ആകുന്നത് വരെ ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞിട്ട് ഒരു 1-2 ഡിഗ്രി സെൽഷ്യസ്, ഒരു 2 ഡിഗ്രി സെൽഷ്യസ് വരെ മുകളിലോട്ട് ചൂടാക്കുക. 1-2 ഡിഗ്രി സെൽഷ്യസ് മുകളിലേക്ക് ചൂടാക്കുക. അതിനുശേഷം ഈ വാട്ടർ ബാത്തിൽ നിന്നും ഈ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഇതിന്റെ പുറത്തിരിക്കുന്ന വെള്ളമായി ഒന്ന് തുടച്ചെടുത്തിട്ട് അതിനെ ഒരു എയർ ജാക്കറ്റിലേക്ക് കടത്തിവിടുക. എയർ ജാക്കറ്റ് എന്ന് പറയുന്നത് ഈ അപ്പാരറ്റസ് അതുപോലെ തന്നെ നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിനകത്ത് കുറച്ച് കോട്ടനും അതുപോലെ തന്നെ കോട്ടൺ വൂളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് പെട്ടെന്ന് തണുത്ത് പോകരുത്, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഒരു എയർ ജാക്കറ്റിനകത്തേക്ക് കടത്തിവിടുക. എന്നിട്ട് നമ്മൾ അപ്പം എന്ത് ചെയ്യും, അതിന് ടെമ്പറേച്ചർ കുറയുമല്ലോ. ഓരോ 0.5 മിനിറ്റ് ഇന്റർവെല്ലിലും നമ്മൾ ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം. ടൈം, ടെമ്പറേച്ചർ, അതായത് 0 മിനിറ്റ് ടെമ്പറേച്ചർ നോക്കുക, 0.5 മിനിറ്റ് ടെമ്പറേച്ചർ നോക്കുക, 1 മിനിറ്റ് ടെമ്പറേച്ചർ നോക്കുക, 1.5 മിനിറ്റ്, 2, 2.5, അങ്ങനെ ടെമ്പറേച്ചർ പതുക്കെ കുറയാൻ പാടുള്ളൂ, പെട്ടെന്ന് കുറയാൻ പാടില്ല. അതിനാണ് എയർ ജാക്കറ്റിനകത്ത് വെക്കുന്നത്. അതിനുശേഷം 1.5 അങ്ങനെ കുറഞ്ഞു വന്ന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ, ഒരു ടൈം എത്തുമ്പോൾ ഈ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആ കോൺസ്റ്റന്റ് ആകുന്ന ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക. അത് പ്യുവർ സോൾവെന്റ് എടുക്കുക. അപ്പൊ അത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു നോൺ വെയിറ്റ് സൊല്യൂട്ട് ആഡ് ചെയ്യുക. W2 ഗ്രാം ഓഫ് ദി സൊല്യൂട്ട്. അത് ഏകദേശം 0.2 ഗ്രാം ആയിരിക്കും നമ്മൾ ലാബിൽ ആഡ് ചെയ്യുന്നത്. 0.2 ഗ്രാം സൊല്യൂട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഈ വാട്ടർ ബാത്തിൽ വെച്ച് ചൂടാക്കുക. അത് കംപ്ലീറ്റ് ലിക്വിഡ് ആകുമ്പോൾ നല്ലതുപോലെ സ്റ്റിർ ചെയ്യണം. കംപ്ലീറ്റ് ലിക്വിഡ് ആയതിനു ശേഷം ഇതേപോലെ എടുത്ത് പുറം തുടച്ചതിന് ശേഷം എയർ ജാക്കറ്റിനകത്ത് വയ്ക്കുക. ഇതേപോലെ ടൈം ആൻഡ് ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക. അപ്പൊ നമുക്കൊരു ടെമ്പറേച്ചർ കിട്ടും, T. ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ TF, ദാറ്റ് ഈസ് ഈക്വൽ ടു TF മൈനസ് T കണ്ടുപിടിക്കണം. ഇതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ആ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നേരത്തെ പറഞ്ഞ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് വെക്കുക. ആദ്യം 0.2 ഗ്രാം ആഡ് ചെയ്തു, വീണ്ടും ഒരു 0.2 ഗ്രാം സൊല്യൂട്ടും കൂടെ ആഡ് ചെയ്ത് ഇതേപോലെ പ്രൊസീജിയർ നോക്കാം. അപ്പൊ മൊത്തം എത്ര സൊല്യൂട്ട് ആയി അതിനകത്ത് രണ്ടാമത് 0.2 ഗ്രാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.4 ഗ്രാം ആയിട്ട് മാറി. അപ്പം ഇപ്പം കിട്ടിയ ഡെൽറ്റ TF-നെക്കാട്ടിൽ അല്പം കൂടെ കൂടിയ ഒരു ഡെൽറ്റ TF ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേഷൻ നടത്തി നമ്മൾ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും.